ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ വർഷങ്ങളിലെ ഒരു ചോദ്യ പേപ്പറാണ്. അതിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസമേത്? സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസം. ഓപ്ഷൻസ്: ജൂൺ 21, മാർച്ച് 21, സെപ്റ്റംബർ 22, ഡിസംബർ 22. ആൻസർ ഓപ്ഷൻ എ, ജൂൺ 21. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസമാണ് ജൂൺ 21. അടുത്തത്, ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത്? ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം. ഓപ്ഷൻസ്: ഓക്സിജൻ, ആർഗൺ, നിയോൺ, ഹൈഡ്രജൻ. ആൻസർ ഓപ്ഷൻ ബി, ആർഗൺ. ഇലക്ട്രിക് ബൾബുകളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ആർഗൺ വാതകം. അടുത്തത്, ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏത്? ആർദ്രത അളക്കാനുള്ള ഉപകരണം. ഓപ്ഷൻസ്: ലാക്ടോമീറ്റർ, ബാരോമീറ്റർ, തെർമോമീറ്റർ, ഹൈഗ്രോമീറ്റർ. ആൻസർ ഓപ്ഷൻ ഡി, ഹൈഗ്രോമീറ്റർ. ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അളക്കാനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. അടുത്തത്, ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം എത്ര? ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം. ഓപ്ഷൻസ്: 12, 36, 18, 24. ആൻസർ ഓപ്ഷൻ എ, 12 കിലോ. അതായത് ഭൂമിയിൽ 72 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം 12 കിലോ മാത്രമാണ്. അടുത്തത്, ഒറൈസ സറ്റൈവ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഒറൈസ സറ്റൈവ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഓപ്ഷൻസ്: ഗോതമ്പ്, ബാർലി, നെല്ല്, ചോളം. ആൻസർ ഓപ്ഷൻ സി, നെല്ല്. ഒറൈസ സറ്റൈവ എന്നറിയപ്പെടുന്നത് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ്. അടുത്തത്, ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏത്? ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ഓപ്ഷൻസ്: ഡയോപ്റ്റർ, ഡെസിബൽ, ഫാരഡ്, വാട്ട്. ആൻസർ ഓപ്ഷൻ എ, ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. അടുത്തത്, ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഭയം ഉണ്ടാകുമ്പോൾ മനുഷ്യശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഓപ്ഷൻസ്: ആൻഡ്രോജൻ, ഈസ്ട്രോജൻ, ഇൻസുലിൻ, അഡ്രിനാലിൻ. ആൻസർ ഓപ്ഷൻ ഡി, അഡ്രിനാലിൻ. ഭയം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അടുത്തത്, അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം ഏത്? അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം. ഓപ്ഷൻസ്: കരൾ, തലച്ചോറ്, വൃക്ക, ഹൃദയം. ആൻസർ ഓപ്ഷൻ ഡി, ഹൃദയം. അർബുദം ബാധിക്കാത്ത അല്ലെങ്കിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവമാണ് ഹൃദയം. അടുത്തത്, മഴമേഘങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മഴമേഘങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓപ്ഷൻസ്: നിംബസ്, ക്യൂമുലസ്, സിറസ്, സ്ട്രാറ്റസ്. ആൻസർ ഓപ്ഷൻ എ, നിംബസ്. മഴമേഘങ്ങൾ അറിയപ്പെടുന്ന പേര് നിംബസ് എന്നാണ്. അടുത്തത്, മാർബിളിൻ്റെ രാസനാമം എന്ത്? മാർബിളിൻ്റെ രാസനാമം. ഓപ്ഷൻസ്: കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ആൻസർ ഓപ്ഷൻ ബി, കാൽസ്യം കാർബണേറ്റ്. മാർബിളിൻ്റെ രാസനാമം എന്നറിയപ്പെടുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അടുത്തത്, നദികളെക്കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? നദികളെക്കുറിച്ചുള്ള പഠനശാഖ ഏത്? ഓപ്ഷൻസ്: സെലനോളജി, പോട്ടമോളജി, പെട്രോളജി, പാമോളജി. ആൻസർ ഓപ്ഷൻ ബി, പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് പോട്ടമോളജിയാണ്. അടുത്തത്, വേദനയോടുള്ള അമിത ഭയം ഏത് പേരിൽ അറിയപ്പെടുന്നു? വേദനയോടുള്ള അമിത ഭയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: ആൽഗോഫോബിയ, അമിനോഫോബിയ, അഫിഫോബിയ, അയോഫോബിയ. ആൻസർ ഓപ്ഷൻ എ, ആൽഗോഫോബിയ. വേദനയോടുള്ള അമിത ഭയം അറിയപ്പെടുന്നത് ആൽഗോഫോബിയ എന്നാണ്. അടുത്തത്, ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ഏത്? ആദ്യം കണ്ടുപിടിച്ച ആസിഡ്. ഓപ്ഷൻസ്: സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസ്കോർബിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ ബി, അസറ്റിക് ആസിഡ്. ആദ്യമായി കണ്ടെത്തിയ ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. അടുത്തത്, ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഓപ്ഷൻസ്: നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. ആൻസർ ഓപ്ഷൻ സി, ഓക്സിജൻ. ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അടുത്തത്, സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാർഗം മുഖേനയാണ്? സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാർഗം മുഖേനയാണ്? ഓപ്ഷൻസ്: സംവഹനം, വികിരണം, ചാലനം, വിസരണം. ആൻസർ ഓപ്ഷൻ ബി, വികിരണം. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണങ്ങൾ വഴിയാണ്. അടുത്തത്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം ഏത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം. ഓപ്ഷൻസ്: ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, പോസിട്രോൺ. ആൻസർ ഓപ്ഷൻ എ, ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ.
അടുത്തത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? ഓപ്ഷൻസ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്ലാസ്മ അവസ്ഥയിലാണ്. അടുത്തത് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത്? സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം. ഓപ്ഷൻസ് ഭൂമി, ശുക്രൻ, ബുധൻ, ചൊവ്വ. ആൻസർ ഓപ്ഷൻ സി ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധനാണ്. അടുത്തത് ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. ഓപ്ഷൻസ് കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം, ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ കോൺകേവ് ദർപ്പണം. ടോർച്ചിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. അടുത്തത് ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിര്? ഓപ്ഷൻസ് ചെമ്പ്, ഇരുമ്പ്, അലുമിനിയം, കാൽഷ്യം. ആൻസർ ഓപ്ഷൻ സി അലുമിനിയം. ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ്. അടുത്തത് കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? കത്താൻ സഹായിക്കുന്ന വാതകം. ഓപ്ഷൻസ് ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ആൻസർ ഓപ്ഷൻ എ ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അടുത്തത് അണക്കെട്ടിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണ് ഉള്ളത്? അണക്കെട്ടിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണ്? ഓപ്ഷൻസ് ഗതികോർജ്ജം, യാന്ത്രികോർജ്ജം, താപോർജ്ജം, സ്ഥിതികോർജ്ജം. ആൻസർ ഓപ്ഷൻ ഡി സ്ഥിതികോർജ്ജം. അണക്കെട്ടിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിനുള്ള ഊർജ്ജം എന്നറിയപ്പെടുന്നത് സ്ഥിതികോർജ്ജമാണ്. അടുത്തത് താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകം അല്ലാത്തത് ഏത്? താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകം അല്ലാത്തത്. ഓപ്ഷൻസ് ഹീലിയം, ആർഗൺ, നൈട്രജൻ, നിയോൺ. ആൻസർ ഓപ്ഷൻ സി നൈട്രജൻ. ഈ തന്നിരിക്കുന്നതിൽ അലസവാതകമല്ലാത്തത് നൈട്രജൻ മാത്രമാണ്. അടുത്തത് വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നത് ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? താഴെ വ്യത്യസ്തമായ മണ്ണിനങ്ങളുടെ pH തന്നിട്ടുണ്ട്. അതിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 7, 5, 8, 9 എന്നീ pHകൾ തന്നിട്ടുണ്ട്. അതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 5ലാണ്. 5 pH വരുന്ന മണ്ണിനത്തിലാണ് കുമ്മായം ചേർക്കേണ്ടത്. അടുത്തത് മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം ഏത്? മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം. ഓപ്ഷൻസ് അനീമിയ, റിക്കറ്റ്സ്, കോഷിയോർക്കർ, ഗോയിറ്റർ. ആൻസർ ഓപ്ഷൻ സി കോഷിയോർക്കർ. മാംസത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗം എന്നറിയപ്പെടുന്നത് കോഷിയോർക്കറാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അഭാവം മൂലം കണ്ടുവരുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാലും കോഷിയോർക്കറാണ്. അടുത്തത് ശരീരതുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏത്? ശരീരതുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻസ് സെറിബെല്ലം, തലാമസ്, മെഡുല ഒബ്ലോങ്കേറ്റ, സെറിബ്രം. ആൻസർ ഓപ്ഷൻ എ സെറിബെല്ലം. ശരീരതുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. അടുത്തത് തന്നിരിക്കുന്നവയിൽ മൊണീഷ്യസ് അല്ലാത്ത സസ്യം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ മൊണീഷ്യസ് അല്ലാത്ത സസ്യം. ഓപ്ഷൻസ് മാവ്, പ്ലാവ്, തെങ്ങ്, ജാതി. മൊണീഷ്യസ് എന്ന് പറയുന്നത് ഒരു ചെടിയിൽ തന്നെ ആൺപൂവും പെൺപൂവും കാണപ്പെടുന്നതാണ്. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജാതിയാണ് ഈ തന്നിരിക്കുന്നവയിൽ മൊണീഷ്യസ് അല്ലാത്ത സസ്യം. അടുത്തത് മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ഓപ്ഷൻസ് ബാക്ടീരിയ, പ്രോട്ടോസോവ, വൈറസ്, ഫംഗസ്. ആൻസർ ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി എന്നറിയപ്പെടുന്നത് പ്രോട്ടോസോവയാണ്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഓപ്ഷൻസ് പിറ്റ്യൂട്ടറി, അഡ്രീനൽ, പാൻക്രിയാസ്, തൈറോയിഡ്. ആൻസർ ഓപ്ഷൻ ഡി തൈറോയിഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അടുത്തത് ഓഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ തന്നിരിക്കുന്നു ഓഫ്താൽമോളജി എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ശിശുരോഗ ചികിത്സ, സ്ത്രീരോഗ ചികിത്സ, നേത്രരോഗ ചികിത്സ, നാഡീരോഗ ചികിത്സ. ആൻസർ ഓപ്ഷൻ സി നേത്രരോഗ ചികിത്സ. ഓഫ്താൽമോളജി എന്നറിയപ്പെടുന്നത് നേത്രരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏത്? കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം. ഓപ്ഷൻസ് ലൈസോസോം, മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾഗി ബോഡി. ആൻസർ ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. അടുത്തത് BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്? BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്? ഓപ്ഷൻസ് ടെറ്റനസ്, മുണ്ടിവീക്കം, ഡിഫ്തീരിയ, ക്ഷയം. ആൻസർ ഓപ്ഷൻ ഡി ക്ഷയം. BCG വാക്സിൻ എന്നറിയപ്പെടുന്നത് ക്ഷയരോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. അടുത്തത് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്?
മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ച്? ഓപ്ഷൻസ്: കരൾ, ശ്വാസകോശം, ത്വക്ക്, പ്ലീഹ. ആൻസർ ഓപ്ഷൻ എ, കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചാണ്. അടുത്തത്, രക്തപര്യനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ്: റിവറോക്കി, വില്യം ഐന്തോവൻ, വില്യം ഹാർവി, കാൾ ലാൻഡ്സ്റ്റൈനർ. ആൻസർ ഓപ്ഷൻ സി, വില്യം ഹാർവി. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഹാർവി. അടുത്തത്, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻറ്റൺ സർഫ്, ചാൾസ് ബാബേജ്, അലൻ ട്യൂറിങ്, വില്യം ഗിബ്സൺ. ആൻസർ ഓപ്ഷൻ എ, വിൻറ്റൺ സർഫ്. വിൻറ്റൺ ജി സർഫ് അല്ലെങ്കിൽ വിൻറ്റൺ സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യപേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ്. പ്രധാനപ്പെട്ട സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.